തൃശൂർ പൂരം കലക്കൽ വിവാദത്തിൽ എഫ്ഐആർ രജിസ്റ്റർ ചെയ്ത് അന്വേഷണത്തിന് സാധ്യതയുണ്ടെന്ന് ദീപക് തർമണം റിപ്പോർട്ട് ചെയ്യുന്നു. സർക്കാർ അഡ്വക്കേറ്റ് ജനറലിന്റെ നിയമോപദേശം തേടി വിഷയം ഇന്ന് മന്ത്രിസഭ ചർച്ച ചെയ്തേക്കും. CPM സംസ്ഥാന സെക്രട്ടേറിയറ്റും ഇന്ന് യോഗം ചേരുന്നു. കോഴിക്കോട് നിന്ന് ദീപക് തർമണവും അതുപോലെ തിരുവനന്തപുരത്ത് നിന്ന് MG പ്രതീഷും നമുക്കൊപ്പം ചേരുകയാണ്. ആദ്യം ദീപക് തർമണത്തിലേക്ക്. ദീപക്, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് ടു ബോത്ത് ഓഫ് യു. ദീപക്, എന്തൊക്കെയാണ് ഇതിന്റെ വിവരങ്ങൾ? യഥാർത്ഥത്തിൽ ഈ പൂരം കലക്കൽ വിവാദത്തിൽ കൂടുതൽ വിവാദങ്ങൾ വരുന്നത് പോലെ തോന്നുന്നു. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഇതിലെ അപ്ഡേറ്റ്സ് എന്താണ് താങ്കൾ കിട്ടിയത്? SKN ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ പൂരം കലക്കൽ വിവാദത്തിന് കൃത്യമായി ഒരു ഫുൾ സ്റ്റോപ്പ് ഇടാൻ സർക്കാർ ലക്ഷ്യമിടുന്നു എന്നുള്ളത് തന്നെയാണ്. കാരണം അതുകൊണ്ടാണ് ഈ പൂരം അന്വേഷണ റിപ്പോർട്ട് ADGP MR അജിത് കുമാർ അന്വേഷിച്ച് DGP ദർവേഷ് സാഹിബ് സർക്കാരിന് സമർപ്പിച്ച റിപ്പോർട്ട് AGക്ക് വിട്ടത്. അഡ്വക്കേറ്റ് ജനറൽ ഗോപാലകൃഷ്ണക്കുറുപ്പിന് ഇത് വിട്ടത് തന്നെ ഇതിലെ നിയമ പരിശോധനയ്ക്ക് വേണ്ടിയാണ്, ഒരു ലീഗൽ സ്ക്രൂട്ടിനിക്ക് വിധേയമാക്കാനാണ്. മാത്രവുമല്ല, ഹൈക്കോടതിയുടെ ദേവസ്വം ഡിവിഷണൽ ബെഞ്ചിലേക്ക് റിപ്പോർട്ട് പോകുന്നു. സ്വാഭാവികമായും ഇതിന്റെ തുടർ നടപടിയായിട്ടായിരിക്കും ഇതിൽ തുടരന്വേഷണം പ്രഖ്യാപിക്കുക. സർക്കാർ വൃത്തങ്ങളിൽ അല്ലെങ്കിൽ ആഭ്യന്തര വകുപ്പ് ഇപ്പോൾ ആലോചിക്കുന്നത് ഇതിലൊരു FIR രജിസ്റ്റർ ചെയ്തുകൊണ്ടുള്ള അന്വേഷണത്തിന് സാധ്യതയുണ്ടോ എന്നുള്ളതാണ്. അതുമായി ബന്ധപ്പെട്ട നിയമോപദേശം വൈകാതെ തന്നെ സർക്കാരിന് ലഭിക്കും. ഇതിനിടയിൽ ഹൈക്കോടതി ഈ വിഷയത്തിൽ എങ്ങനെ പ്രതികരിക്കും എന്നുള്ളതും സർക്കാർ കൗതുകത്തോടെ ആഭ്യന്തര വകുപ്പ് നോക്കി നിൽക്കുന്നുണ്ട്. കാരണം ഇതിൽ കൃത്യമായ ഒരു അട്ടിമറി നടന്നു. അട്ടിമറി നടത്തിയത് തിരുവമ്പാടി വിഭാഗത്തിലെ ചിലരാണ് എന്നും പാറമേക്കാവ് ദേവസ്വം അതിൽ സഹകരിച്ചു ജില്ലാ ഭരണകൂടത്തോടെന്നും ഹൈജാക്ക് ചെയ്യപ്പെടുകയായിരുന്നു അട്ടിമറി എന്നുള്ള കൃത്യമായ വിവരങ്ങൾ ADGP MR അജിത് കുമാറിന്റെ റിപ്പോർട്ടിലുണ്ട്. സ്വാഭാവികമായും അങ്ങനെ ഒരു അട്ടിമറിയുണ്ട്. അട്ടിമറിക്ക് പിന്നിൽ പ്രത്യേകിച്ചും റിപ്പോർട്ടിലുള്ള വാചകം ഇങ്ങനെയാണ്: സ്ഥാപിത താല്പര്യങ്ങൾക്ക് വേണ്ടി പൂരം അട്ടിമറിക്കാൻ ഗൂഢാലോചന നടത്തി എന്നുള്ളതാണ്. അതിൽ തുടരന്വേഷണം വേണം എന്നുള്ളതാണ്. അപ്പോൾ സ്വാഭാവികമായും IPC 120B അവിടെ ഫിക്സ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ആ സാധ്യത പരിശോധിച്ചുകൊണ്ടാണ് ഇപ്പോൾ സർക്കാർ മുന്നോട്ട് പോകുന്നത്. ഏതായാലും ഇതിലൊരു FIR രജിസ്റ്റർ ചെയ്തുള്ള അന്വേഷണം അല്ലെങ്കിൽ തുടരന്വേഷണം, ഇതിൽ ഏതാണ് നടത്തേണ്ടത് എന്ന് നിയമോപദേശത്തിനെ തുടർന്നായിരിക്കും സർക്കാർ നിലപാടെടുക്കുക. SKN. താങ്ക് യു ദീപക് തർമണം. തിരുവനന്തപുരത്ത് MG പ്രതീഷ് തത്സമയം ചേരുന്നു. പ്രത്യേകിച്ച് മന്ത്രിസഭാ യോഗമുണ്ട്, CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഉണ്ട്. ഈ രണ്ട് സ്ഥലത്തും ഒരുപാട് അതിഗുരുതരമായ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാനുമുണ്ട്. CPM സെക്രട്ടേറിയറ്റ് പ്രത്യേകിച്ചും CPI ഒന്ന് കലിപ്പിലാണല്ലോ, അവരുടെ കാര്യങ്ങൾ കൂടി ചർച്ച ചെയ്യേണ്ടി വരും. പ്രതീഷ്, ഗുഡ് മോർണിംഗ്. പറയൂ പ്രതീഷ്, വിവരങ്ങൾ. ഗുഡ് മോർണിംഗ് SKN സൂചിപ്പിച്ചതുപോലെ തന്നെ രാഷ്ട്രീയ വിഷയങ്ങൾ നിരവധിയാണ്. ഇതിൽ ഏതൊക്കെ മന്ത്രിസഭാ യോഗത്തിലെത്തും, ഏതൊക്കെ CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് ചർച്ച ചെയ്യുമെന്നതാണ് ഏറ്റവും നിർണായകമായ കാര്യം. ആദ്യം ഈ പൂരം കലക്കലുമായി ബന്ധപ്പെട്ട കാര്യമാണ്. ഇന്ന് ചേരുന്ന മന്ത്രിസഭാ യോഗത്തിൽ ഇക്കാര്യത്തിൽ ഒരു ചർച്ച അല്ലെങ്കിൽ മുഖ്യമന്ത്രി ഇനി സർക്കാർ സ്വീകരിക്കുന്ന നിലപാട് എന്തെന്ന് വ്യക്തമാക്കുമെന്നതാണ് ലഭിക്കുന്ന വിവരം. ഇതുവരെ സ്വീകരിച്ച നിലപാടുകളൊപ്പം ADGPയുടെ റിപ്പോർട്ട്, അതിന് പിന്നാലെ DGP മുഖ്യമന്ത്രിക്ക് സമർപ്പിച്ച റിപ്പോർട്ട്, ഇക്കാര്യത്തിൽ സർക്കാർ എന്ത് നടപടിയാണ് ഇനി സ്വീകരിക്കാൻ പോകുന്നതെന്ന് മുഖ്യമന്ത്രി മന്ത്രിസഭാ യോഗത്തിൽ അറിയിക്കുമെന്നതാണ് ലഭിക്കുന്ന വിവരം. തുടരന്വേഷണത്തിന് പോകാനുള്ള എല്ലാ സാധ്യതയും കാണുന്നുണ്ട്. കാരണം നിലവിൽ CPI വലിയ തരത്തിൽ അതൃപ്തിയിലാണ്. കാരണം നേരത്തെ പുറത്തു വന്ന റിപ്പോർട്ടിലെ ഭാഗങ്ങളൊക്കെ തന്നെ പൂർണ്ണമായും CPI തള്ളിയിട്ടുണ്ട്. കൃത്യമായ ഒരു അട്ടിമറി, ഗൂഢാലോചന എല്ലാം ഇക്കാര്യത്തിൽ നടന്നിട്ടുണ്ട്. ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് നിന്നടക്കം വീഴ്ച സംഭവിച്ചു എന്നതാണ് CPIയുടെ നിലപാട്. അതുകൊണ്ട് തന്നെ മുന്നണിക്കുള്ളിൽ ഇതൊരു വലിയ പ്രശ്നമായി ഉയർത്തുന്ന സാഹചര്യത്തിൽ കൃത്യമായൊരു അന്വേഷണത്തിലേക്കും തുടരന്വേഷണത്തിലേക്കും പോകാൻ തന്നെയാണ് സർക്കാരിൽ നിന്നുള്ള സാധ്യത. അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ ഒരു തുടരന്വേഷണം ഉണ്ടായാൽ അത് ആ തരത്തിലേക്ക് പോകുമെന്ന് മുഖ്യമന്ത്രി മന്ത്രിസഭാ യോഗത്തിൽ അറിയിക്കും. ഒപ്പം മറ്റൊന്ന്, നേരത്തെ സൂചിപ്പിച്ച CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് ആണ്. മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി P ശശിക്കെതിരെ PV അൻവർ MLA നൽകിയ പരാതി ഇന്ന് CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് ചർച്ച ചെയ്യുമെന്നതാണ് സൂചന. നേരത്തെ മുഖ്യമന്ത്രിക്കും PV അൻവർ പരാതി നൽകിയിരുന്നു. ആദ്യം CPM സംസ്ഥാന സെക്രട്ടേറിയറ്റിന് നൽകിയ പരാതിയിൽ P ശശിയുടെ പേര് ഉൾപ്പെടുത്തിയിരുന്നില്ല. പിന്നീട് P ശശിയുടെ പേര് ഉൾപ്പെടുത്തിയാണ് വീണ്ടും PV അൻവർ MLA CPMന് പരാതി നൽകിയിരിക്കുന്നത്. ഇന്ന് ചേരുന്ന യോഗം ഇത് ചർച്ച ചെയ്യാനും അല്ലെങ്കിൽ മറ്റൊരു ദിവസം പിന്നീട് ചർച്ച ചെയ്യാൻ മാറ്റിവെക്കാനുള്ള ഒരു സാധ്യതയും കാണുന്നുണ്ട്. ഒപ്പം തുടർച്ചയായി ഈ PV അൻവർ MLA ഉന്നയിക്കുന്ന ആരോപണങ്ങൾ സർക്കാരിനും മുന്നണിയിലും വലിയ പ്രതിസന്ധി
ഉണ്ടാക്കുന്ന സാഹചര്യമുണ്ട്. മാത്രമല്ല പരസ്യ പ്രസ്താവനകൾ ഒഴിവാക്കണമെന്ന് നേരത്തെ തന്നെ CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് വാർത്താക്കുറിപ്പ് ഇറക്കിയിരുന്നു. പക്ഷേ അതിന് പിന്നാലെ വനംവകുപ്പിനെതിരെയും വലിയ ആരോപണമായി PV അൻവർ രംഗത്ത് വരുന്ന സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിൽ എന്ത് നിലപാട് സ്വീകരിക്കണമെന്ന കാര്യത്തിലും CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം തീരുമാനമെടുക്കും. സാധാരണഗതിയിൽ വെള്ളിയാഴ്ചയാണ് CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ചേരാറുള്ളത്. പക്ഷേ 27, 28 തീയതികളിൽ പോളിറ്റ് ബ്യൂറോ യോഗം നടക്കാനുണ്ട്. ഒപ്പം അത് കഴിഞ്ഞ കേന്ദ്ര കമ്മിറ്റി യോഗങ്ങളും നടക്കാനുണ്ട്. അതിന്റെ പശ്ചാത്തലത്തിലാണ് ഇന്ന് CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ചേരുന്നത്. വിദേശത്തുണ്ടായിരുന്ന MV ഗോവിന്ദൻ മാസ്റ്റർ കേരളത്തിൽ എത്തിയിട്ടുണ്ട്. അദ്ദേഹവും യോഗത്തിൽ പങ്കെടുക്കും. നിർണായക തീരുമാനങ്ങൾ ഉണ്ടായില്ലെങ്കിൽ കൂടിയും ഈ PV അൻവർ വിഷയം, ഒപ്പം ഇതുമായി ബന്ധപ്പെട്ട പൂരം അലങ്കോലമാക്കൽ വിഷയം, ഇതിൽ കൃത്യമായൊരു നിലപാട് ഇന്ന് ഉണ്ടാകുമെന്നാണ്. ഇപ്പോൾ ദീപക് തെർമട വീണ്ടും നമുക്കൊപ്പം ചേരുകയാണ്. പ്രത്യേകിച്ച് CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ഇന്ന് നടക്കുകയാണ്. CPയുടെ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഇന്ന് സെക്രട്ടേറിയറ്റ് യോഗം ചർച്ച ചെയ്യുമെന്നാണ് അറിയുന്നത്. ലേറ്റസ്റ്റ് വിവരങ്ങളുമായി ദീപക് തെർമടം ചേരുന്നു. ദീപക്, വെൽക്കം ബാക്ക് ടു മോർണിംഗ് ഷോ. പറയൂ ദീപക്, CPM സംസ്ഥാന സെക്രട്ടറിയിൽ ഉയർന്നു വരാൻ സാധ്യതയുള്ള വിഷയങ്ങൾ എന്തൊക്കെയാണ്? SKN കഴിഞ്ഞ ഞായറാഴ്ച അവൈലബിൾ സെക്രട്ടേറിയറ്റ് ആണ് അൻവർ വിഷയത്തിൽ പ്രസ്താവന ഇറക്കുന്നത്. സ്വാഭാവികമായും മുഖ്യമന്ത്രിയുടെ പ്രതികരണത്തിന് ശേഷമാണ്. അപ്പോൾ ഇന്ന് ചേരുന്നത് ഫുൾ സെക്രട്ടേറിയറ്റ് ആണ്, അവൈലബിൾ സെക്രട്ടേറിയറ്റ് അല്ല. സ്വാഭാവികമായും ഈ വിഷയം വരുന്നുണ്ട്. നമുക്ക് ലഭ്യമാകുന്ന സൂചന അനുസരിച്ച് ഈ വിഷയം വിശദമായി ചർച്ച ചെയ്യാൻ തന്നെ പോകുന്നു എന്നുള്ളതാണ്. കാരണം അൻവർ ഉയർത്തുന്ന രാഷ്ട്രീയ വെല്ലുവിളി, ആ വെല്ലുവിളിയെക്കുറിച്ച് ചർച്ചയുണ്ടാകും എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ADGP സമർപ്പിച്ച പൂരം റിപ്പോർട്ട്, ഒരുപക്ഷെ പൂരം റിപ്പോർട്ടിലെ കണ്ടെത്തലുകൾ നേരത്തെ തന്നെ രാഷ്ട്രീയമായി CPIM-ന്റെ തൃശൂർ ഘടകമൊക്കെ സ്ഥിരീകരിക്കപ്പെട്ടതുമാണ്. കാരണം തിരുവമ്പാടിയിലെ ചിലരാണ് പൂരം കലക്കിയത് എന്ന് അവിടെയുള്ള നാട്ടുവർത്തമാനം കൂടിയായിരുന്നു. അത് സാങ്കേതികമായി ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ടിരിക്കുന്നു റിപ്പോർട്ടിൽ. അതുകൊണ്ട് തന്നെ ഇത് രണ്ടും പ്രധാന ചർച്ചയിലേക്ക് കടക്കും. ഏതായാലും